നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൗത്ത് അമേരിക്കൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി എല്ലാ ടീമിനും 4 റൗണ്ട് മത്സരങ്ങളെ ബാക്കിയുള്ളൂ. ജൂണിൽ അതിൽ 2 മത്സരങ്ങൾ നടക്കും, പിന്നെ 2 റൗണ്ട് മത്സരങ്ങൾ സെപ്റ്റംബറിൽ. അപ്പോൾ ഈ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ബ്രസീൽ ഇത്തവണ വേൾഡ് കപ്പിന് യോഗ്യത നേടില്ലേ? യോഗ്യത ഉറപ്പാക്കാൻ ബ്രസീലിന് ഇനി എന്താണ് വേണ്ടത്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ആരാധകരുടെ മനസ്സിലുണ്ട്. നമ്മളത് പരിശോധിക്കുകയാണ്. ബ്രസീലിന് വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കാൻ ഇനി എന്ത് വേണം? സൗത്ത് അമേരിക്കയിൽ നിന്ന് ഇത്തവണ 6 ടീമുകൾക്ക് നേരിട്ട് യോഗ്യതയുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ തവണത്തെ പോലെയല്ല. കഴിഞ്ഞ തവണത്തെ വേൾഡ് കപ്പിൽ 32 ടീമുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ അടുത്ത വേൾഡ് കപ്പിൽ 48 ടീമുകളുണ്ട്. അപ്പോൾ ഓരോ കോണ്ടിനെൻറ്റിലെയും സ്ലോട്ടുകൾ, വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ സ്ലോട്ടുകൾ വർദ്ധിച്ചിട്ടുണ്ട്. 10 ടീമുകളുള്ള സൗത്ത് അമേരിക്കൻ മേഖലയിൽ നിന്ന് 6 ടീമുകൾക്ക് നേരിട്ട് യോഗ്യത കിട്ടും. കഴിഞ്ഞ തവണ വരെ 4 ടീമുകൾക്കായിരുന്നു അത്. പിന്നെ ഒരു ടീമിന് ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫ് കളിക്കാനും പറ്റും. അപ്പോൾ തത്വത്തിൽ 7 ടീമുകൾ, 10 ടീമുകളിൽ 7 ടീമുകളും വേൾഡ് കപ്പ് കളിക്കാനുള്ള സാധ്യതയാണ് അവിടെയുള്ളത്. അപ്പോൾ പിന്നെ ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് യോഗ്യതാ സാധ്യതയ്ക്ക് പ്രത്യേകിച്ച് മങ്ങലൊന്നുമില്ല എന്നത് വളരെ വ്യക്തമാണ്. ആദ്യം ഇനിയുള്ള ബ്രസീലിൻ്റെ 4 മത്സരങ്ങൾ നോക്കാം. അടുത്ത കളി ഇക്വഡോറിനെതിരെയാണ്. ആ കളി നാളെ നടക്കും. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് വെള്ളിയാഴ്ച പുലർച്ചെ 4:30 ആ കളി. അതിനുശേഷം ബ്രസീലിൻ്റെ മത്സരം വരുന്നത് പരാഗ്വയ്ക്കെതിരെയാണ്. ആ കളി വരുന്നതാവട്ടെ ജൂൺ 11 പുലർച്ചെ 6:15. അതിനുശേഷം പിന്നെയുള്ള 2 മത്സരങ്ങൾ സെപ്റ്റംബറിലാണ് മത്സരങ്ങൾ വരുന്നത്. സെപ്റ്റംബറിൽ ചിലിക്കെതിരെ സെപ്റ്റംബർ 9 അതിനുശേഷം ബൊളീവിയക്കെതിരെ സെപ്റ്റംബർ 14 ബ്രസീലിൻ്റെ കളികൾ. സോ സംഗതി വളരെ ക്ലിയറാണ്. ബ്രസീലിന് ഇനിയുള്ള കളികളെല്ലാം വിജയിച്ചാൽ രണ്ടാമതും നോക്കാതെ വേൾഡ് കപ്പ് യോഗ്യത നേടാൻ പറ്റും. പക്ഷെ അത് വേണ്ട. ഈ മാസത്തെ 2 കളികൾ വിജയിച്ചാൽ പോലും വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാവാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ വിശദമായിട്ടൊന്ന് പരിശോധിക്കേണ്ടത്. നിലവിലെ വേൾഡ് കപ്പ് യോഗ്യത പോയിൻ്റ് പട്ടിക എടുക്കുമ്പോൾ ഒന്നാമത് അർജൻറ്റീനയാണ്. 14 കളി 31 പോയിൻ്റ്. ഓൾറെഡി അവർ യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞതാണ്. മറ്റു ടീമുകളുടെ കാര്യത്തിൽ ഇക്വഡോർ 14 കളി 23 പോയിൻ്റായിട്ട് നിൽക്കുന്നു. ബ്രസീലിൻ്റെ അടുത്ത കളി ഇക്വഡോറിനെതിരെയാണ്. ഇക്വഡോറിന് അവരുടെ ഈ മാസത്തെ 2 കളികൾ വിജയിച്ചാൽ മറ്റൊരു ടീമിൻ്റെ റിസൾട്ട് നോക്കണ്ട, നേരിട്ട് യോഗ്യത നേടാൻ പറ്റും. പക്ഷേ അവിടെ ബ്രസീൽ തോറ്റാൽ ബ്രസീലിൻ്റെ ഈ മാസം തന്നെ വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കുക എന്നുള്ള മോഹത്തിന് വലിയ രൂപത്തിൽ മങ്ങലാവും അത്. ഉറുഗ്വായ്ക്ക് 14 കളി 21 പോയിൻ്റാണുള്ളത്. ബ്രസീലിനും 14 കളി 21 പോയിൻ്റാണ്. ഗോൾ ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം 3-ാം സ്ഥാനത്ത് ഉറുഗ്വായും 4-ാം സ്ഥാനത്ത് ബ്രസീലുമാണുള്ളത്. അപ്പോൾ ഈ ടീമുകൾക്കൊക്കെ ഏതാണ്ട് ഒരുപോലെയാണ് യോഗ്യതയ്ക്കുള്ള സാധ്യത. 14 കളികളിൽ നിന്ന് 21 പോയിൻ്റ് പരാഗ്വയ്ക്കുമുണ്ട്. അവർ ഇപ്പോൾ 5-ാം സ്ഥാനത്ത് നിൽക്കുന്നു. 14 കളികളിൽ നിന്ന് 20 പോയിൻ്റാണ് കൊളംബിയക്കുള്ളത്. അവർ 6-ാം സ്ഥാനത്ത് നിൽക്കുന്നു. സോ 6 ടീമുകൾക്ക് നേരിട്ട് യോഗ്യത ലഭിക്കും. അപ്പോൾ ആദ്യത്തെ 6 സ്ഥാനമെങ്കിലും പിടിച്ചാൽ മതി. 7-ാം സ്ഥാനത്ത് വെനിസ്വല 14 കളി 15 പോയിൻ്റാണ്. 8-ാം സ്ഥാനത്ത് ബൊളീവിയ 14 കളി 14 പോയിൻ്റാണ്. അപ്പോൾ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത് ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിലെ 2 മത്സരങ്ങളും വിജയിക്കുകയാണെങ്കിൽ അവർക്ക് 27 പോയിൻറ്റിലേക്ക് എത്താൻ പറ്റും. അതിലൊരു കളി നേരിട്ട് പരാഗ്വയ്ക്കെതിരെയുണ്ട് എന്ന കാര്യം കൂടി നോക്കുക. ഒന്ന് ഇക്വഡോറിനെതിരെയുമാണ്. സോ ടോപ്പ് 6-ലുള്ള ടീമുകളോട് തന്നെയാണ് ബ്രസീലിന് 2 കളികളും. വിജയിക്കുകയാണെങ്കിൽ അത് വലിയ അഡ്വാൻറ്റേജ് ഉണ്ടാക്കും എന്നർത്ഥം. സോ ബ്രസീൽ 2 കളികളും വിജയിച്ചാൽ 27 പോയിൻറ്റിലേക്ക് എത്താൻ പറ്റും. വെനിസ്വലയ്ക്കുള്ള 2 കളികളിൽ അവർ 1 തോറ്റു എന്ന് കരുതുക. അങ്ങനെ സംഭവിച്ചാൽ ഇപ്പോൾ 15 പോയിൻ്റുള്ള വെനിസ്വലയ്ക്ക് ഇനിയുള്ള 4 കളികളിൽ നിന്ന് മാക്സിമം എത്താൻ പറ്റുക 27 പോയിൻറ്റിലേക്കാണ്. അപ്പോൾ ഒരു കളി അവർ തോറ്റു എന്ന് കരുതിയാൽ അവർക്ക് പിന്നെ 27 പിടിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അവർക്ക് ബ്രസീലിനെ മറികടക്കാനും പറ്റില്ല. ബ്രസീൽ എങ്ങനെ വന്നാലും അതോടുകൂടി യോഗ്യത ഉറപ്പാക്കുകയും ചെയ്യും. സോ വെനിസ്വലയുടെ ഒരു കളി അവർ കാലിടറിയാൽ, ബ്രസീൽ അവരുടെ 2 കളികളും വിജയിക്കുകയും ചെയ്താൽ ഈ മാസം തന്നെ വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കാനുള്ള സാധ്യതയാണ് അവിടെ തെളിയുന്നത് എന്നർത്ഥം. സോ ബ്രസീലിന് അത്രയേ ഉള്ളൂ. കാര്യം വളരെ വ്യക്തമാണ്. എന്തായാലും ഈ ടോപ്പ് 7-ൽ നിന്ന് താഴേക്ക് ബ്രസീൽ പോവില്ല. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം തെളിയിക്കുന്നത്. ബ്രസീലിന് 2 കളികൾ വിജയിച്ചാൽ ടോപ്പ് 7 എന്തായാലും ഉറപ്പാവും. പ്ലേ ഓഫ് എന്തായാലും കളിക്കാൻ പറ്റും. 2 കളി വിജയിച്ചാൽ പോലും നേരിട്ടുള്ള യോഗ്യതയും വേണമെങ്കിൽ ഉറപ്പാക്കാം. അത് പക്ഷേ വെനിസ്വലയുടെ റിസൾട്ട് അതുപോലെ ബൊളീവിയയുടെ റിസൾട്ടൊക്കെ ബാധിക്കുന്ന തരത്തിലായിരിക്കും എന്ന് മാത്രം.
കാർലോ അഞ്ചലോട്ടിയുടെ മുന്നിൽ ഒരു പക്ഷേ കാര്യങ്ങൾ അത്ര സങ്കീർണമല്ല എന്ന് മനസ്സിലാവും ഈ ടേബിൾ നോക്കിയാൽ. ബ്രസീലിന് ഇനിയുള്ള കളികൾ നോക്കിയാലും അത് വ്യക്തമാണ്. അത്ര വലിയ സങ്കീർണതയൊന്നുമില്ല. ശരിയാണ്, ബ്രസീൽ അവരുടെ ചരിത്രത്തിൽ ഏറ്റവും മോശം വേൾഡ് കപ്പ് ക്വാളിഫയർ ക്യാമ്പയിനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5 കളികൾ പൊട്ടി. ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. 14 കളികളിൽ 6 കളികളെ വിജയിച്ചിട്ടുള്ളൂ. 3 കളി സമനിലയാണ്. ഇതൊക്കെ സമ്മതിക്കുമ്പോഴും പുതിയ ഫോർമാറ്റിലുള്ള വേൾഡ് കപ്പ് ക്വാളിഫയർ വരുമ്പോൾ ലാറ്റിൻ അമേരിക്കയ്ക്ക് കൂടുതൽ സാധ്യതകൾ തെളിയുമ്പോൾ ബ്രസീൽ ഇല്ലാത്തൊരു വേൾഡ് കപ്പ് ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ്. അത് സംഭവിക്കാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.